നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടില്ല. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞങ്ങൾ വെള്ളം ഇതിലോട്ട് കയറ്റിയിട്ട് ഫിൽറ്ററൊന്നും ശരിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ വെള്ളം അങ്ങനെ തന്നെ കളയേണ്ടിയാവുന്നത്. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം നമ്മൾ പൂളിൽ വെള്ളം നിറച്ചിട്ട് ഇറങ്ങാൻ പോകുന്നത്. കുളിക്കാൻ പോകുന്നത് കണ്ണട നേരിട് നേരിട്ടിട്ട് വേണം കുളിക്കാൻ. നീ ഇറങ്ങിക്കോ. ആള് ഗൂഗിൾസൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ് ഇറങ്ങാൻ. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കാണുന്ന കുഞ്ഞു റൂമിൽ എവിടെയായിട്ടാണ് ഫിൽറ്ററൊക്കെ ഉള്ളത്. ഫിൽറ്ററും ആ കെമിക്കൽസും എല്ലാം ഇതിനകത്താണ് ഉള്ളത്. പമ്പ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചത്. പിന്നെ ഇച്ചിരി ഈവനിങ് ആകുമ്പോൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ രാത്രി വരെ ഇതിൽ കളിച്ചിട്ട് പിന്നെ ആശ്രയിച്ച് കിടക്കാമല്ലോ എന്ന്. ഈ രണ്ടെണ്ണം കാണുമ്പോൾ എനിക്കില്ലേ അന്യഗ്രഹ ജീവിതം പോലെയാണ് ഉണ്ടത്. രണ്ടിൻ്റെ ലുക്ക് അങ്ങനെയായിരുന്നു. പിന്നെ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഫിൽറ്റർ ഓൺ ആക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് വേണം വെള്ളത്തിൽ ഇറങ്ങാൻ. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം വെള്ളം നിറച്ചപ്പോഴും പിള്ളേർ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇറങ്ങാനായില്ലേ. അപ്പോൾ ഈ ഫിൽറ്ററൊന്നും ശരിയാവാത്തത് കൊണ്ട് ഇറക്കിയില്ല. പിന്നെ വെറുതെ പിന്നെ ഇപ്പോൾ ഈ അമീബിക് ബാക്ടീരിയൻ്റെ ഭയങ്കര കേസൊക്കെ ഉണ്ടായില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ ഇറക്കിയില്ല. ഇപ്പോൾ അതൊക്കെ സെറ്റായതിനു ശേഷമാണ് എല്ലാവരും ഒന്ന് ഇറങ്ങുന്നത്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹൈജീനിക്കാണ്. കാരണം നമ്മൾ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വേണം അതിൽ ഇറങ്ങുന്നത്. സോ അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ബാത്തിങ് പോയിന്റ്. അതാകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ മേല് കഴുകിയിട്ട്